ഹായ്, ആരിഫ് ഹുസൈൻ ഡീബങ്ക്ഡ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം വിശകലനം ചെയ്യുന്നത് ഇസ്ലാം വിമർശകനായ ആരിഫ് ഹുസൈന്റെ ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ അദ്ദേഹം പ്രധാനമായും സംസാരിക്കുന്നത് ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണങ്ങളെ ന്യായീകരിച്ചുകൊണ്ടാണ്. ഇറാനിയൻ നേതാവായ അലി ഖമേനിയുടെ മരണത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതിനോടൊപ്പം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അധിനിവേശ യുദ്ധങ്ങളെയും കൂട്ടക്കുരുതികളെയും അദ്ദേഹം സമാധാനത്തിനുള്ള മാർഗമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. ഇതിനിടയിൽ ഇസ്ലാമിക സ്വർഗീയ സങ്കല്പങ്ങളെ അങ്ങേയറ്റം അശ്ലീലമായ ഭാഷയിൽ പരിഹസിക്കാനും ഖുർആൻ വചനങ്ങളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിമാറ്റി തെറ്റായി വ്യാഖ്യാനിക്കാനും മുസ്ലിം സ്ത്രീകളുടെ ഹിജാബിനെ വഷളായ പദപ്രയോഗങ്ങളിലൂടെ അപമാനിക്കാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഒരു കൂട്ടം ആളുകൾക്ക് സമാധാനം ലഭിക്കാൻ നിരപരാധികളെ ബോംബിട്ട് കൊല്ലുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് വാദിക്കുന്ന ഈ വിമർശകന്റെ ഇരട്ടത്താപ്പും ബൗദ്ധിക പാപ്പരത്വവും നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. സമാധാനത്തിന്റെ പേരിലുള്ള കൂട്ടക്കുരുതികൾ ദാർശനികമായ കാപഢ്യമാണ്. സ്വന്തം രാഷ്ട്രീയ അജണ്ടകൾക്കു വേണ്ടി ഏതു വലിയ ക്രൂരതയെയും ന്യായീകരിക്കാൻ ഇസ്ലാം വിമർശകർക്ക് യാതൊരു മടിയുമില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ വീഡിയോയിലെ പല ഭാഗങ്ങളും. സ്വന്തം വാദങ്ങളെ ന്യായീകരിക്കാൻ അദ്ദേഹം പറയുന്ന വാചകം one part of the Islam, still there is a IRGC, still the SEPA, still the morality, they must completely clean. And I'm sure that this is the plan of the Trump and Netanyahu. And I love them, So are you planning to go back to Iran to lead the government or to be a part of the new government? ശ്രദ്ധിക്കുക. ഇതൊരു നിരീശ്വരവാദിയായ അല്ലെങ്കിൽ ഭൗതികവാദിയായ ഒരാളുടെ ലോകവീക്ഷണത്തിന്റെ ഏറ്റവും വലിയ തകർച്ചയാണ്. അവരുടെ കാഴ്ചപ്പാടിൽ നന്മയോ തിന്മയോ നിർണയിക്കാൻ കൃത്യമായ ഒരു ധാർമ്മിക അടിത്തറയില്ല. ശക്തിയുള്ളവൻ ദുർബലനെ ഇല്ലാതാക്കുന്നു എന്നത് മാത്രമാണ് അവരുടെ പ്രകൃതി നിയമം. തങ്ങൾക്ക് താൽപ്പര്യമുള്ള സാമ്രാജ്യത്വ ശക്തികൾ ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ബോംബിട്ടു കൊന്നാലും അവിടെ പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു വീണാലും അത് കേവലം ഒരു യുദ്ധതന്ത്രം മാത്രമായി അവർക്ക് ന്യായീകരിക്കാൻ കഴിയും. അമേരിക്കയോ ഇസ്രായേലോ സയനിസ്റ്റ് തീവ്രവാദികളോ മനുഷ്യരെ കൊന്നൊടുക്കുമ്പോൾ അതിന് കൈയടിക്കുകയും അതേസമയം ഇസ്ലാമിനെതിരെ സമാധാനത്തിന്റെ വ്യാജ മുഖം മൂടി അണിഞ്ഞുവരികയും ചെയ്യുന്ന ഈ കാപഢ്യം പകൽ പോലെ വ്യക്തമാണ്. എന്നാൽ ഇസ്ലാമിന്റെ നിലപാട് ഇതിൽ വളരെ കൃത്യമാണ്. യുദ്ധം അനിവാര്യമാകുന്ന ഘട്ടങ്ങളിൽ പോലും നിരപരാധികളെ ഉപദ്രവിക്കരുതെന്ന ശക്തമായ നിയമം ഇസ്ലാമിനുണ്ട്. യുദ്ധത്തിന് പുറപ്പെടുന്ന സൈന്യത്തോട് ഇസ്ലാമിലെ ഒന്നാം ഖലീഫയായ ആദരണീയനായ അബൂബക്കർ നൽകിയ നിർദ്ദേശം ചരിത്രത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകളെയും കുട്ടികളെയും വയോധികരെയും കൊല്ലരുത്, മരങ്ങൾ വെട്ടി നശിപ്പിക്കരുത്, മൃഗങ്ങളെ ഭക്ഷണത്തിനല്ലാതെ കൊല്ലരുത്, ആരാധനാലയങ്ങളിൽ കഴിയുന്നവരെ ഉപദ്രവിക്കരുത് എന്നതായിരുന്നു ആ നിർദ്ദേശം. നിരപരാധികളുടെ മുകളിൽ ബോംബിടുന്നതിനെ സമാധാനമായി കാണുന്ന വികലമായ മനോനിലയുള്ളവർക്ക് ഇസ്ലാമിന്റെ ഈ ഉയർന്ന ധാർമ്മികത മനസ്സിലാകില്ല. ഖുർആൻ വചനങ്ങളെ വളച്ചൊടിക്കുന്ന തന്ത്രം. ഇസ്ലാമിനെ ആക്രമിക്കാൻ വേണ്ടി ഖുർആനിലെ വചനങ്ങളെ അവയുടെ പൂർണ്ണമായ സന്ദർഭത്തിൽ നിന്ന് അടർത്തിമാറ്റി അർദ്ധസത്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് ഇയാളുടെ സ്ഥിരം ശൈലിയാണ്. രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ എന്നൊക്കെ പറഞ്ഞിട്ട് ധീര യോദ്ധാവ്, അതുപോലെ രക്തസാക്ഷി ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഹിറ്റ്ലർ രക്തസാക്ഷിയായി ആരും പറയാറില്ല. രണ്ടാം ഹിറ്റ്ലറാണ് ഈ പറയുന്ന ഈ ഖൊമനൈ എന്ന് പറയുന്നത്. അത്രമാത്രം ജനങ്ങളെ കൊന്നു തള്ളിയിട്ടുള്ള മതനിയമങ്ങൾ വെച്ചുകൊണ്ട് സ്ത്രീകളെ മറ്റൊരു മൃഗമായിട്ട് വരെ ചിത്രീകരിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഒരു മത പണ്ഡിതൻ കൂടിയാണെന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അത്രമാത്രം വികൃതമായിട്ടുള്ള ഒരു പരിവേഷമുള്ള ഒരാളെ ഇതേപോലെ ഷഹീദെന്നും ഇതേപോലെ വലിയ വീര പരിവേഷം കൊടുക്കാനും ഖുർആൻ കടുത്ത ശിക്ഷകൾ നിർദ്ദേശിക്കുന്നു എന്ന് സ്ഥാപിക്കാൻ അയാൾ ശ്രമിക്കുന്നത് നോക്കുക. ഖുർആൻ അൽ മായിദ 5:33 പറയുന്നു, അല്ലാഹുവോടും അവന്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊല ചെയ്യപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ചു മാറ്റപ്പെടുകയോ നാടുകടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാണ്. അതവർക്ക് ഇഹലോകത്തുള്ള അപമാനമാകുന്നു. പരലോകത്ത് അവർക്ക് വമ്പിച്ച ശിക്ഷയുമുണ്ടായിരിക്കും. ഈ വചനത്തിന്റെ യഥാർത്ഥ പശ്ചാത്തലം എന്താണ് എന്ന് അടിസ്ഥാനപരമായ ഇസ്ലാമിക വിജ്ഞാനമുള്ള ആർക്കും അറിയാം. ഇസ്ലാമിക പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങൾ പ്രകാരം ഈ നിയമം ഇറങ്ങിയത് ഹിറാബ അഥവാ സായുധരായ കൊള്ളക്കാർക്കും ഭീകരവാദികൾക്കുമെതിരായാണ്. സമൂഹത്തിൽ ആയുധമെടുത്ത് ജനങ്ങളെ കൊള്ളയടിക്കുകയും നിരപരാധികളെ വഴിയിൽ തടഞ്ഞു നിർത്തി കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഭീകരവാദികളെ നേരിടാനുള്ള നിയമമാണിത്.
ഭരണകൂടത്തിനെതിരെ ജനാധിപത്യപരമായി സമരം ചെയ്യുന്നവരെയോ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുന്നവരെയോ കൊല്ലാനുള്ള നിയമമല്ല ഇത്. സമൂഹത്തിന്റെ സമാധാനം തകർക്കുന്ന, ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന സായുധ കൊള്ളക്കാരെയും തീവ്രവാദികളെയും ഇല്ലായ്മ ചെയ്ത് പൊതുജനങ്ങൾക്ക് സുരക്ഷ നൽകാനാണ് ഇസ്ലാം ഇത്തരം കർശനമായ ശിക്ഷകൾ നിർദ്ദേശിക്കുന്നത്. എന്നാൽ ഈ വിമർശകൻ തങ്ങൾക്ക് തോന്നുംപടി ഇസ്ലാമിനൊരു പുതിയ രൂപമുണ്ടാക്കി അതിനെയാണ് ആക്രമിക്കുന്നത്. യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനങ്ങളെ മനസ്സിലാക്കാൻ അയാൾക്ക് താൽപ്പര്യമില്ല. കാരണം സായുധരായ കൊള്ളക്കാരെയും ഭീകരവാദികളെയും നേരിടാനുള്ള നിയമമാണിതെന്ന് സത്യസന്ധമായി പറഞ്ഞാൽ പിന്നെ അവിടെ ഇസ്ലാമിനെ കുറ്റം പറയാൻ കഴിയില്ല. അതുകൊണ്ട് യാതൊരു ഉളുപ്പുമില്ലാതെ അദ്ദേഹം പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ്. സ്വർഗീയ സങ്കല്പങ്ങളിലെ അശ്ലീലവൽക്കരണം, ബൗദ്ധികമായ സംവാദങ്ങൾക്ക് പകരം വളരെ തരം താണ രീതിയിലുള്ള അശ്ലീല പദപ്രയോഗങ്ങൾ വഴി ഇസ്ലാമിനെ അപഹസിക്കുക ഒരു നിലവാരം ഇത്തരം കാര്യങ്ങളിലുള്ളത് എന്തെന്നുള്ളതാണ്. മുസ്ലിങ്ങളോടൊപ്പം തന്നെ ഇവിടുത്തെ ഇടതുപക്ഷം എന്ന് പറയുന്ന ആളുകൾ ഇതിനോട് കാണിക്കുന്ന ഒരു നിലപാട്, അതോടൊപ്പം വോക്കുകൾ അവർ എടുക്കുന്ന നിലപാടുകൾ, പിന്നെ കുറെ മനുഷ്യസ്നേഹികൾ എന്ന് സ്വയം വിളിച്ച് മേനിയടിച്ച് നടക്കുന്ന ആളുകൾ. ഈ മനുഷ്യസ്നേഹം ആണ് ഇവരുടെയൊക്കെ പ്രധാന ഐറ്റം എന്നാണ് മനസ്സിലാക്കുക. ഇത് മുന്നിൽ വെച്ചിട്ടാണ് അവർ അവരുടേതായിട്ടുള്ള എല്ലാം. ഇയാളുടെ ഒരു പ്രധാന രീതിയാണ്. ഈ വീഡിയോയിലും സ്വർഗത്തെയും അവിടുത്തെ പ്രതിഫലങ്ങളെയും കുറിച്ച് വളരെ മ്ലേച്ഛമായ രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എന്നാൽ ഈ വിമർശകന്റെ സ്വന്തം ഭൗതികവാദി ലോകവീക്ഷണത്തിൽ മനുഷ്യൻ എന്നത് വെറും മാംസപിണ്ഡം മാത്രമാണ്. അവർക്ക് എല്ലാത്തിനെയും അശ്ലീലമായ കണ്ണിലൂടെ മാത്രമേ കാണാൻ കഴിയൂ. തന്റെ ഉള്ളിലെ അശ്ലീലതയും ലൈംഗിക വൈകൃതങ്ങളും ഇസ്ലാമിക പ്രമാണങ്ങളുടെ മേൽ കെട്ടിവെക്കാനാണ് അയാൾ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാം സ്വർഗീയ പങ്കാളികളെക്കുറിച്ച് പറയുന്നത് അവർ അങ്ങേയറ്റം പരിശുദ്ധരും മാന്യതയുള്ളവരുമാണെന്നാണ്. വിമർശകരെപ്പോഴും വികാരപരമായ വിഷയങ്ങളെ എടുത്തിട്ട് പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാൻ ശ്രമിക്കുന്നത് അവരുടെ കയ്യിൽ നിലവാരമുള്ള മറ്റു വാദങ്ങളൊന്നുമില്ലാത്തതുകൊണ്ടാണ്. ഇസ്ലാമിക വിജ്ഞാന ശാഖകളോട് സംവദിക്കാൻ കഴിയാത്തവർ ഇത്തരം കോമാളിത്തരങ്ങളിലൂടെ സ്വന്തം അനുയായികളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. കോയ കോളിംഗ് പോലുള്ള പരിപാടികളിലൂടെ നിരന്തരം ഇസ്ലാം വിദ്വേഷം വിറ്റുജീവിക്കുന്ന ഒരാളിൽ നിന്ന് ഇതിൽ കൂടുതൽ നാം പ്രതീക്ഷിക്കേണ്ടതില്ല. ഹിജാബിനെതിരെയുള്ള വിദ്വേഷവും സ്ത്രീവിരുദ്ധതയും, മുസ്ലിം സ്ത്രീകൾ തങ്ങളുടെ ആഘോഷം, അന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു പെൺകുട്ടി സിഗരറ്റ് കത്തിച്ചു വെക്കുന്ന ആ ഒരു കമനിയുടെ പടം കത്തിച്ചിട്ട് സിഗരറ്റ് കത്തിക്കുന്ന ഒരു ചിത്രമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേ പെൺകുട്ടി ഇന്ന് ഹിജാബ് ഒന്നും ഇടാതെ അവിടെ ആഘോഷം നടത്തുന്ന കാഴ്ച. അതേപോലെ അനേകം പെൺകുട്ടികളും പുരുഷന്മാരും എല്ലാവരും ആഘോഷത്തിലാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടില് ഹൊമനിക്ക് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ, ഹൊമനിക്ക് വേണ്ടിയിട്ട് ചരമഗീതം എഴുതുന്ന തിരക്കിലാണ് ഇവിടുത്തെ നേതാക്കൾ എന്നിരിക്കുമ്പോൾ ഇറാനിയൻ ജനത അവിടെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയാണെന്നുള്ള മാന്യതയുടെയും വിശ്വാസത്തിന്റെയും അടയാളമായി ധരിക്കുന്ന ഹിജാബിനെ വളരെ മോശമായ രീതിയിലാണ് ഇദ്ദേഹം ഈ വീഡിയോയിൽ അപമാനിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മുസ്ലിം സ്ത്രീകൾ തങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി സ്വയം തെരഞ്ഞെടുത്ത ഒരു വസ്ത്രധാരണ രീതിയെയാണ് അദ്ദേഹം അങ്ങേയറ്റം മോശമായ പദപ്രയോഗത്തിലൂടെ അപമാനിക്കുന്നത്. ഹിജാബ് എന്നത് സ്ത്രീകളെ അടിച്ചമർത്താനുള്ള ഒന്നാണെന്നത് ഇസ്ലാം വിമർശകരുടെ മറ്റൊരു സ്ഥിരം നുണയാണ്. ഇസ്ലാമിൽ ഹിജാബ് എന്നത് ഒരു സ്ത്രീയുടെ അന്തസ്സിന്റെയും അഭിമാനത്തിന്റെയും പ്രഖ്യാപനമാണ്. സ്ത്രീകളെ കേവലം ലൈംഗിക വസ്തുക്കളായോ കാഴ്ചവസ്തുക്കളായോ കാണുന്ന മുതലാളിത്ത ഭൗതിക കാഴ്ചപ്പാടിൽ നിന്നുള്ള മോചനമാണ് യഥാർത്ഥത്തിൽ ഹിജാബ് നൽകുന്നത്. ഇനി ഈ വിമർശകന്റെ ഭൗതികവാദ ലോകവീക്ഷണം എന്താണെന്ന് പരിശോധിക്കാം. നിരീശ്വരവാദത്തിലോ ഭൗതികവാദത്തിലോ മനുഷ്യന് പ്രത്യേകിച്ചൊരു പവിത്രതയുമില്ല. അവർക്കൊക്കെ മനുഷ്യനെന്നത് പരിണാമ പ്രക്രിയയിലൂടെ ഉണ്ടായ കേവലമൊരു മൃഗം മാത്രമാണ്. മൃഗങ്ങൾക്ക് നാണവും മാനവും വസ്ത്രവുമൊന്നും ആവശ്യമില്ലല്ലോ. സമൂഹത്തിന്റെ കാമക്കണ്ണുകൾക്ക് മുൻപിൽ സ്ത്രീ ശരീരത്തെ പ്രദർശന വസ്തുവാക്കി മാറ്റുന്നതിനെയാണ് ഇവർ സ്വാതന്ത്ര്യമെന്ന് വിളിക്കുന്നത്. എന്നാൽ ഇസ്ലാം സ്ത്രീയുടെ ബൗദ്ധികവും ആത്മീയവുമായ വ്യക്തിത്വത്തിനാണ് പ്രാധാന്യം നൽകുന്നത്, അല്ലാതെ അവളുടെ ശരീരത്തിന്റെ പ്രദർശനത്തിനല്ല. സ്ത്രീകൾ അവരുടെ ശരീരം മറച്ചുവെക്കുന്നത് അവരെ അടിച്ചമർത്തുന്നതാണെന്ന് വാദിക്കുന്ന ഇവർ യഥാർത്ഥത്തിൽ സ്ത്രീകളെ ലൈംഗിക വസ്തുക്കളായി കാണാൻ ആഗ്രഹിക്കുന്ന പുരുഷാധിപത്യ മനോഭാവത്തിന്റെ വക്താക്കളാണ്. സ്വന്തം ഇഷ്ടപ്രകാരം മാന്യമായി വസ്ത്രം ധരിക്കുന്നതിനെ പരിഹസിക്കുന്നവർ ഏതു തരത്തിലുള്ള മാനവികതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സയോണിസ്റ്റ് അനുകൂലികളായ വലതുപക്ഷ തീവ്രവാദികൾ എക്കാലത്തും ന്യൂനപക്ഷങ്ങളുടെ വ്യക്തിനിയമങ്ങളെയും വസ്ത്രധാരണത്തെയും ആക്രമിക്കുന്നത് നാം കണ്ടിട്ടുള്ളതാണ്. അതിന്റെ മറ്റൊരു പതിപ്പ് മാത്രമാണ് ഈ പറയുന്ന വ്യക്തിയും ചെയ്യുന്നത്. ചുരുക്കത്തിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കും വ്യക്തിപരമായ വിദ്വേഷങ്ങൾക്കും വേണ്ടി ചരിത്രത്തെയും പ്രമാണങ്ങളെയും വളച്ചൊടിക്കുന്ന ഒരു രീതിയാണ് നാം ഈ വീഡിയോയിൽ ഉടനീളം കണ്ടത്.
ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതികളെ സമാധാനമെന്നു വിളിക്കുകയും അതേസമയം നിരപരാധികളെ സംരക്ഷിക്കാനുള്ള ഇസ്ലാമിക നിയമങ്ങളെ അക്രമമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നതിലെ വൈരുദ്ധ്യം വളരെ വ്യക്തമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ആരിഫ് ഹുസൈൻ ബീബങ്കട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.